യെസ് ജയലാൽ 10 മിനിറ്റ്. ഞാൻ ഈ ധനാഭ്യർത്ഥനകൾ അനുകൂലിക്കുകയാണ് സാർ. കേരള ടൂറിസം കോവിഡ് കാലത്ത് ആ പ്രതിസന്ധിയിൽ നിന്ന് അതിജീവിച്ച് മുന്നോട്ട് പോവുകയാണ് സാർ. ആഭ്യന്തര ടൂറിസം റെക്കോർഡ് വളർച്ചയിലാണ് സാർ. ടൂറിസം നിക്ഷേപക സംഗമവും ബീച്ച് ടൂറിസവും അഡ്വഞ്ചർ ടൂറിസവും കാരവൻ ടൂറിസവും നൈറ്റ് ലൈഫ് ടൂറിസവും സിനിമാ ടൂറിസവും പൈതൃക ടൂറിസവും ഉത്തരവാദിത്ത ടൂറിസവും അഗ്രി ടൂറിസവും ഫുഡ് ടൂറിസവും ഹെലി ടൂറിസവും അങ്ങനെ നവീനമായ ആശയങ്ങളുമായി നമ്മുടെ ടൂറിസം മേഖല പുരോഗമിക്കുകയാണ് സാർ. അതുപോലെ തന്നെ ഒരു കാലത്തും ഇല്ലാത്തതുപോലെ കേരളത്തിലെ പശ്ചാത്തല സൗകര്യ വികസനങ്ങളിൽ പൊതുമരാമത്ത് വകുപ്പിൻ്റെ പങ്ക് ഏറെ പ്രശംസനീയമാണ് സാർ. ദേശീയപാത വികസനം, മലയോര ഹൈവേ, തീരദേശ ഹൈവേ, ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം, വിവിധ ടണലുകൾ, 60% PW റോഡുകൾ BM&BC നിലവാരത്തിലേക്കാക്കുന്നു. 100 പാലങ്ങളുടെ പണി പൂർത്തീകരിച്ചു. 110 പാലങ്ങളുടെ പണി പുരോഗമിക്കുന്നു. റീബിൽഡ് കേരള പദ്ധതികൾ ഉൾപ്പെടെ റെസ്റ്റ് ഹൗസിന് നവീകരണം, ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണെന്ന സമീപനത്തോടു കൂടിയുള്ള സോഷ്യൽ ഓഡിറ്റ് സംവിധാനം, അങ്ങനെ പൊതുമരാമത്ത് വകുപ്പ് കേരളത്തിൻ്റെ വികസന കുതിപ്പിന് മുതൽക്കൂട്ടായി മാറുകയാണ് സർ. അതുപോലെ തന്നെയാണ് കേരളത്തിൻ്റെ സാമൂഹിക ജീവിതത്തിൽ ജനങ്ങൾ വളരെ ആവേശത്തോടെ ഉൾക്കൊണ്ട പൊതുവിതരണ സമ്പ്രദായം ശക്തിപ്പെടുത്തിയതിലൂടെ സൃഷ്ടിക്കപ്പെട്ട മാവേല്യ സ്റ്റോറുകളുടെയും മറ്റ് സിവിൽ സപ്ലൈ സ്ഥാപനങ്ങളുടെയും ജനങ്ങൾ ഏറ്റെടുത്തത് വളരെ ആവേശത്തോടാണ് സർ. സാമ്പത്തിക പരാധീനതയുടെ പേരിൽ ചില പ്രശ്നങ്ങളൊക്കെ നിലവിലുണ്ടെങ്കിലും പ്രതിസന്ധി ഘട്ടത്തിൽ സുഭിക്ഷ കേരളം പദ്ധതിയിലൂടെ 86 ലക്ഷം ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്ത് ജനങ്ങൾക്ക് ആശ്വാസമായ സിവിൽ സപ്ലൈസ് വകുപ്പിനെയാണ് സർ ഈ സർക്കാരിൻ്റെ കാലയളവിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. സർ, ഈ ഉള്ള പ്രതിസന്ധി പരിഹരിക്കാനുള്ള ഇച്ഛാശക്തി ഈ സർക്കാരിനുണ്ട് സർ. അനർഹമായി വിതരണം ചെയ്തിരുന്ന മുൻഗണനാ കാർഡുകൾ അത് സറണ്ടർ പദ്ധതിയിലൂടെ 4,21,861 കാർഡുകളാണ് അർഹരായ പാവപ്പെട്ടവർക്ക് ഈ വകുപ്പ് വിതരണം ചെയ്തത്. സർ, 11.53 കോടി രൂപയാണ് അതിൻ്റെ പിഴയായി ഈടാക്കാൻ കഴിഞ്ഞു സർ. അതൊരു ജനകീയമായ വകുപ്പിൻ്റെ ഒരു മുഖമാണ് സർ. കേരളത്തിലെ പൊതുവിതരണ ശൃംഖലയെ ആധുനിക സാങ്കേതിക വിദ്യയുടെ പിന്തുണയോടുകൂടി ശാക്തീകരിക്കുന്ന കെ സ്റ്റോറുകൾ സർ, ജൂലൈ 31-നകം 1000 കെ സ്റ്റോറുകൾ സംസ്ഥാനത്ത് പ്രവർത്തന സജ്ജമാക്കുന്നതിന് വേണ്ടിയുള്ള മുൻകൈയാണ് സർ സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സർ, മട്ടയരി സംഭരിച്ച നെല്ല് അരിയാക്കി റേഷൻ കടകളിൽ വിതരണം ചെയ്യുമ്പോൾ 50 രൂപയാണ് സാറിന് ചെലവ്. 10 രൂപ 90 പൈസയ്ക്കാണ് സാർ ജനങ്ങൾക്ക് അത് വിതരണം ചെയ്ത്. ഇതൊക്കെ ഒരു നവീനമായ പദ്ധതികളാണ് സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ റേഷൻ കടകൾ നടപ്പിലാക്കുന്നത് സർ. റേഷൻ കടകളുടെ വിതരണം ചെയ്യുന്ന അരിയുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിലൂടെ റേഷൻ കടയിൽ ആശ്രയിക്കുന്ന ആളുകളുടെ എണ്ണം വല്ലാതെ വർദ്ധിക്കുകയാണ് സർ. സഞ്ചരിക്കുന്ന റേഷൻ കടകൾ, ഒപ്പം പദ്ധതി, സുജലം പദ്ധതി, കെയറേസ് പദ്ധതി എന്നിങ്ങനെ ജനകീയ പദ്ധതികൾ മാതൃകാപരമായി മുന്നേറുകയാണ് സർ. ഇവിടെ ചില അംഗങ്ങൾ, ഇപ്പോൾ എന്നെ നെല്ലിക്കുന്നതിനെ പോലെയുള്ള അംഗങ്ങൾ റേഷൻ കടകളുടെയും മാവേലി സ്റ്റോറിൻ്റെയൊക്കെ സ്ഥിതി പറയുമ്പോൾ UDFൻ്റെ കാലത്ത് ഈ റേഷൻ കടയുടെ മാവേലി സ്റ്റോറിൻ്റെയൊക്കെ സ്ഥിതി എന്തായിരുന്നു സർ? അത് കുറച്ച് കാലിച്ചാക്കും പെരിച്ചാഴിയുമല്ലാതെ റേഷൻ കടയിൽ ജനം പോകുമായിരുന്നു സർ. ഇപ്പോൾ റേഷൻ കടയുടെ സ്ഥിതി എന്താ? വസ്തുതകൾ മനസ്സിലാക്കാതെ നിയമസഭയിൽ പ്രസംഗിക്കുന്ന കേൾക്കുമ്പോൾ ഖേദമുണ്ട് സർ. 94 ലക്ഷം റേഷൻ കാർഡ് ഉടമകളാണ് കേരളത്തിലുള്ളത്. അതിൽ 84% ആളുകൾ റേഷൻ കടയിൽ പോയി സാധനം വാങ്ങുകയാണ് സർ. എന്തുകൊണ്ടാണ്? വെറുതെ പോകുന്നതല്ല, അവിടെ റേഷൻ കടയിൽ ഗുണനിലവാരമുള്ള സാധനങ്ങൾ വിതരണം ചെയ്യുന്നതുകൊണ്ടാണ് സർ. അതുപോലെ 40 ലക്ഷം കാർഡ് ഉടമകൾ, കുടുംബങ്ങൾ, ഈ 94 ലക്ഷം പേരിൽ 40 ലക്ഷം കാർഡ് ഉടമകൾ മാവേലി സ്റ്റോറിൽ പോയി സാധനം വാങ്ങുകയാണ് സർ. ഇത് കേരളത്തിലെ മാറ്റം ഉണ്ടാക്കിയത് ഈ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടന്ന ജനകീയമായ പ്രവർത്തനങ്ങളാണ് സർ. ആ സർക്കാരിനെ അഭിനന്ദിക്കുകയാണ് സർ. ഒരു വീട്ടിൽ സാധാരണ 3 നേരം ഭക്ഷണം കഴിക്കുന്ന വീടുകളാണ് ചുറ്റുമെങ്കിൽ ചില വീട്ടിൽ ചില അമ്മമാർ 4 നേരം ഭക്ഷണം കൊടുക്കും സ്നേഹം കൊണ്ട്. ചിലപ്പോൾ ബുദ്ധിമുട്ട് വരുമ്പോൾ ഒരു 3 നേരം ആയിപ്പോവും. അത് പ്രതിഷേധത്തിൻ്റെ ഒരു ചെറിയ വശം എന്ന് മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ സർ. അത് പരിഹരിക്കാൻ ഞങ്ങൾക്ക് കഴിയും. അല്ല, അത് ഒരു ഗവൺമെൻറ്റിൻ്റെ അതിനെ പരിഹസിക്കാനുള്ള അത് നിങ്ങളുടെ കാലം കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കണമെന്ന് മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ സർ. അതുപോലെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് സർ പറയാനുള്ളത്.
ഇവിടെ ഇത്തരം പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ ഈ വാതിൽപ്പടി വിതരണവുമായി ബന്ധപ്പെട്ട് കരാറുകാർക്ക് കൊടുക്കാനുള്ള ഗതാഗത കൈകാര്യ ചെലവുകൊണ്ട് തുക അത് സമയബന്ധിതമായി നൽകാത്തതിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കണം സർ. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരാണ് കൈകാര്യ ചെലവ് കൊടുക്കുന്നതെന്നുള്ള ചില വ്യാജ പ്രചരണം അത് വസ്തുതയാണോ എന്ന് വ്യക്തമാക്കണം സർ. അതുപോലെ സ്കൂൾ കുട്ടികളുടെ ഈ ഉച്ചഭക്ഷണവുമായി ബന്ധപ്പെട്ട ഭക്ഷ്യധാന്യങ്ങളുടെ വാതിൽപ്പടി വിതരണം അത് സംബന്ധിച്ച് സിവിൽ സപ്ലൈസ് നൽകുന്ന സേവനം അത് പ്രശംസനീയമാണ്. അതുപോലെ നെൽകർഷകരുടെ ആശ്വാസമായ നെല്ല് സംഭരണ പദ്ധതി അതൊക്കെ നാടിന് ആശ്വാസം. ഈ സേവനങ്ങൾ നിർവഹിക്കുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതകൾ സപ്ലൈകോയ്ക്ക് യഥാസമയം പരിഹരിക്കാൻ കഴിയുന്നതിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അതിൽ ഗവൺമെൻറ് വളരെ ഗൗരവമായി ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുകൂടി നിർദ്ദേശം കൂടി വയ്ക്കുകയാണ് സർ. ഇതെല്ലാം പറയുമ്പോൾ UDF മനസ്സിലാക്കേണ്ടത്, UDFിനോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, രാജ്യത്തിൻ്റെ ശത്രു, മതേതരത്വത്തിൻ്റെ ശത്രു അപ്പുറത്ത് നിൽക്കുകയാണ്. അവരുടെ നമ്മുടെ നേതാവായിരുന്ന മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്ന ഗോഡ്സെ, ആ ഗോഡ്സെയുടെ ചിതാഭസ്മം ഇന്നും സൂക്ഷിക്കപ്പെടുകയാണ്. സദയം വെട്ടിമുറിക്കപ്പെടുകയും പരദേശ മതവിശ്വാസികൾ കൈകാര്യം ചെയ്ത ഭാരതം, ആ ഭാരതം എന്നാണോ ഒരു അഖണ്ഡ സനാതന ഹൈന്ദവ സാമ്രാജ്യമായി പുനഃസ്ഥാപിക്കപ്പെടുന്നത് അന്നു മാത്രമേ എൻ്റെ ചിതാഭസ്മം ഗംഗയിൽ നിമജ്ജനം ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ, അന്നേ എനിക്ക് മോക്ഷം വേണ്ടു എന്ന് പറഞ്ഞ, അതുവരെ എൻ്റെ ആത്മാവ് അനാഥമായി ഗതി കിട്ടാതെ അലയട്ടെ എന്ന് പറഞ്ഞ ഗോഡ്സെ, ആ ഗോഡ്സെയുടെ പ്രതിജ്ഞ നിറവേറ്റാൻ കാത്തിരിക്കുന്ന RSSും BJPയും അവരുടെ കയ്യിലെ കോടാലിയായി കേരളത്തിലെ UDF മാറരുത് എന്ന് മാത്രമാണ് സർ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സർ, കഴിഞ്ഞ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പുണ്ടായ ഈ താൽക്കാലിക വിജയം അത് മനസ്സിലാവേണ്ട സമയത്ത് മനസ്സിലായിക്കോളും. ഇപ്പോൾ ഞങ്ങൾ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ, സമയം വരുമ്പോൾ മനസ്സിലായിക്കോളൂ. സർ, പാർലമെന്റ് തെരഞ്ഞെടുപ്പുണ്ടായ താൽക്കാലികമായ വിജയം അതിൽ മതിമറന്ന് ആഘോഷിക്കുകയാണ് സർ UDF. സർ, ഈ സമയത്ത് പുരാണത്തിലെ നഹുഷന്റെ ഒരു കഥയാണ് സർ എനിക്ക് ഓർമ്മ വരുന്നത്. നഹുഷപുരാണം അതാണ് ഈ താൽക്കാലികമായി കിട്ടിയ ഭാഗ്യത്തിൽ മതിമറന്ന് അധപതനത്തിലേക്ക് പോകുന്ന മനുഷ്യന്റെ ഒരു പ്രതീകമാണ് നഹുഷൻ. അത് നമുക്കെല്ലാം അറിയാവുന്നതാണ്. ആ നഹുഷന്റെ ഒരു അനുഭവമാണ് സർ UDFന് വരാൻ പോകുന്നത്. സർ, ദേവലോകത്തിന്റെ അധിപനായ സന്ദർഭവശാൽ മാറി സ്വർഗസുഖങ്ങൾ അനുഭവിക്കാൻ ഇടവരികയും ചെയ്ത നഹുഷൻ, തലയ്ക്ക് മത്ത് പിടിച്ച നഹുഷൻ മഹർഷിമാരെ കൊണ്ട് പല്ലക്ക് ചുമപ്പിക്കുകയും അതിൽ താരതമ്യേന പൊക്കം കുറഞ്ഞ അഗസ്ത്യമുനിയെ തലയിൽ ചവിട്ടുകയും അങ്ങനെ അഗസ്ത്യമുനി നഹുഷനെ ശപിക്കുകയും ആ അഗസ്ത്യമുനിയുടെ ശാപം കാരണം നഹുഷന്റെ തലമുറകൾക്ക് സ്വസ്ഥതയില്ലാതെ വരികയും ചെയ്ത ആ കഥ UDF ഓർക്കണം സർ. അതാണ് ഇന്ന് നിങ്ങൾ തൃശ്ശൂർ കാണുന്നത്. ഈ വലിയ വിജയം ഉണ്ടായിട്ടും തൃശ്ശൂരിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ലല്ലോ. എന്താ കാരണം? ഈ മതേതര മനസ്സിന്റെ ശാപമാണ് സർ. എവിടെയൊക്കെ താമര വിരിഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം 3ാം സ്ഥാനത്തേക്ക് UDF പോകുന്നത് കേരളത്തിലെ മതേതര മനസ്സിന്റെ ശാപമാണെന്ന് UDF ഓർക്കണം സർ. അതാണ് ഈ അവസരത്തിൽ UDFനോട് സൂചിപ്പിക്കാനുള്ളത് സർ. സർ, വലിയ വിജയം നേടിയെന്ന് ആഘോഷിക്കേണ്ട കാര്യമൊന്നുമില്ല സർ. ഇത് 2019 ഇതുപോലെ പരാജയപ്പെട്ട മുന്നണിയാണ് സർ. ഞങ്ങൾ ജനങ്ങളുടെ മാൻഡേറ്റ് മനസ്സിലാക്കിക്കൊണ്ട് തിരുത്തി മുന്നോട്ട് പോകും സർ. അതിനുശേഷം നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ 65% സ്ഥാപനങ്ങളിലും വിജയം നേടിയ മുന്നണിയായ ഇടതുപക്ഷം മാറി സർ. 2021 99 സീറ്റുമായി വീണ്ടും അധികാരത്തിൽ വന്നത് കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ടാണ് സർ. സർ, അത് UDF ഓർക്കണം സർ. കേരളത്തില് ഇടതുപക്ഷത്തെ വിമർശിക്കുമ്പോൾ ഈ രാജ്യത്ത് ഇന്ത്യ മുന്നണി നേടിയ വിജയത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും കർഷക സമരം ഉൾപ്പെടെയുള്ള തൊഴിലാളി സമരം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയമായ ഇടപെടലുകൾ അതിന്റെ പങ്ക് വിസ്മരിച്ചുകൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് പോരും സർ. അംഗബലത്തിന്റെ അല്ല, ആശയപരമായ ദൃഢത എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ മുഖമുദ്രയാണ് സർ. ആ മുഖമുദ്ര ഈ രാജ്യത്ത് ജനങ്ങൾ കാണുന്നുണ്ട്. അത് ഞങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി ഞങ്ങൾ മുന്നോട്ട് പോകും. ഒരിക്കലും താൽക്കാലികമായ വിജയത്തിൽ ആഹ്ലാദിച്ചുകൊണ്ട് ഈ രാജ്യത്തെ പൊതുശത്രുവിനോടൊപ്പം അവരുടെ കയ്യിലെ കോടാലിക്ക് കൈയായി UDF മാറരുതെന്ന് നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ധനാഭ്യർത്ഥനയെ പിന്തുണച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് സർ.